ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 6-ാം തീയതി നടക്കുകയാണ്. അതായത് ഇനി വോട്ടെടുപ്പിന് വെറും 4 ദിവസങ്ങൾ മാത്രം. പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നത് ഇന്നുകൂടി കൂട്ടിയാൽ 2 ദിവസങ്ങൾ കൂടി മാത്രം. ഈ മാസം 4-ാം തീയതി ഒന്നാം ഘട്ട പോളിംഗിന്റെ പരസ്യ പ്രചരണമെല്ലാം അവസാനിക്കും. അതായത് വോട്ടെടുപ്പിന്റെ ഒരു ദിവസം മുൻപ് പരസ്യ പ്രചരണമെല്ലാം അവസാനിപ്പിക്കണം. വൈകിട്ട് 5 മണിക്ക് കൊട്ടിക്കലാശത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കും. 5-ാം തീയതി നിശബ്ദ പ്രചരണ ദിവസമാണ്. സ്ഥാനാർത്ഥികൾക്കും പാർട്ടി പ്രവർത്തകർക്കും വീടുകൾ കയറിയിറങ്ങി വോട്ട് ചോദിക്കാം, പ്രചരണം നടത്താം. 6-ാം തീയതി രാവിലെ 7 മണി മുതൽ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് നിരനിരയായി നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി 3 ദിവസങ്ങൾ, അതായത് വെറും 72 മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിനായിട്ട് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആവേശപൂർവമായ പ്രചരണ പരിപാടികളും വാഗ്ദാനങ്ങളും ഒക്കെ തന്നെയായിട്ട് ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾക്കറിയാമല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ച ബീഹാറിലെ മക്കോമ മണ്ഡലത്തിൽ ഒരു കൊലപാതകം നടന്നു. ആ കൊല്ലപ്പെട്ടത് ഇപ്പോൾ പുതിയ പാർട്ടിയായ ജൻ സുരാജ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ജൻ സുരാജ് പാർട്ടി എന്ന് പറയുന്നത് മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ രൂപം നൽകിയ പുതിയ പാർട്ടിയാണ്. ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ മക്കോമയിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് എത്തിയ ജൻ സുരാജ് പാർട്ടിയുടെ നേതാവ് ആണ് കൊല്ലപ്പെട്ടത്. അതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നത് JDU-വിന്റെ ഒരു നേതാവാണ്. മുൻപ് ഏതാണ്ട് 4 തവണയോളം മത്സരിച്ച് വിജയിച്ചിട്ടുള്ള അനന്ത് കുമാർ സിംഗ് ആണ് ഈ കൊലപാതകം നടത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ കൊലപാതകം നടന്ന ഏതാണ്ട് 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ കേസിൽ അനന്ത് കുമാർ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് മക്കോമയിലെ ഒരു കൊലപാതകത്തിൽ JDU-വിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനന്ത് കുമാർ സിംഗ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണുള്ളത്. അദ്ദേഹം നേരത്തെ മുതൽ തന്നെ 90കളിലെ ബീഹാറിലെ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു നേതാവായിരുന്നു ഈ അനന്ത് കുമാർ സിംഗ്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട ദുലർചന്ദ് യാദവ്, അയാളും ഈ പറയുന്ന പോലെ സമാനമായ രീതിയിൽ മറ്റൊരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവായിരുന്നു, തലവനായിരുന്നു. അങ്ങനെ ഈ 2 പേരും ഗുണ്ടാ സംഘങ്ങളിലൂടെ വളർന്നു വന്ന് പിന്നീട് അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിൽ 90കളിലെ ആ ഗുണ്ടാ പ്രവർത്തനം നടക്കുന്ന സമയം മുതൽ തന്നെ ഇവരും തമ്മിൽ ഇവിടെ ശത്രുതയുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്തായാലും 2005-ലാണ് ഈ അനന്ത് കുമാർ സിംഗ് ആദ്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. JDU ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ മക്കോമ സീറ്റ് നിലനിർത്തിയത് ഈ പറയുന്ന അനന്ത് കുമാർ സിംഗ് ആണ്. 2020-ലും അയാൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ആയുധം കയ്യിൽ വെച്ച ഒരു കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ അയാളുടെ ഈ MLA പദവി അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ നീലം ദേവിയെ അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. ഇത്തവണ അദ്ദേഹം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. അതുകൊണ്ട് ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ആ സീറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്ന് ചേർന്നിരിക്കുന്നത്. വലിയൊരു കൊലപാതകത്തിലേക്ക് ഈ പറയുന്നത് പോലെ പോവുകയും ഈ ആനന്ദ് കുമാർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. വ്യാഴാഴ്ച മണ്ഡലത്തിൽ പരസ്യ പ്രചരണത്തിന്റെ ഇടയിൽ ഈ ഇരു സംഘവും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങനെ ഈ പറയുന്ന അനന്ത് കുമാർ സിംഗ് ഈ ദുലർചന്ദ് യാദവിനെ മാരക ആയുധം ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ ദുലർചന്ദ് യാദവിന്റെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഏറ്റ മുറിവാണ് മരണകാരണം എന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്കും ആഴത്തിലുള്ള ഒരു മുറിവാണ് ഈ ഒരു ആക്രമണത്തിലൂടെ ദുലർചന്ദ് യാദവിനുണ്ടായത്. അങ്ങനെ പിന്നീട് ഇയാൾ ഒളിവിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പോലീസ് ശക്തമായ അന്വേഷണത്തിനൊടുവിൽ ഈ അനന്ത് കുമാർ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളോടൊപ്പം ഇയാളുടെ 2 സുഹൃത്തുക്കളെയും ഈ കൊലപാതക സമയത്ത് ഈ അനന്ത് കുമാർ സിംഗിനൊപ്പം ഉണ്ടായിരുന്ന 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവത്തിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു മക്കോമയിൽ നടന്ന ഈ കൊലപാതകത്തിൽ 3 JDU-വിന്റെ മുൻ MLA ഉൾപ്പെടെ 3 നേതാക്കൾ അറസ്റ്റിലായ സംഭവത്തിൽ പാർട്ടിയും ഒപ്പം തന്നെ മുന്നണിയും വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവിടെ മക്കോമ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ
ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നൊരു പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ട് അതിൽ വിശദീകരണം തേടിയിട്ടുമുണ്ട്. എന്തായാലും അത്തരത്തിൽ പരസ്യപ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ JDU-വും BJP-യും വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. ഒരു കൊലപാതക കേസിൽ പറയുന്ന പോലെ JDU-വിന്റെ മുൻ MLA ഒപ്പം തന്നെ നിലവിലെ സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുന്നു എന്നത് JDU-വിനെയും ഒപ്പം തന്നെ BJP-യെയും വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു കാര്യമാണ്. JDU-വിന്റെയും BJP-യുടെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിക്കഴിഞ്ഞാൽ പലരും ധാരാളം ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അത്തരത്തിൽ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇത്തരത്തിലുള്ള ബീഹാറിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് യാതൊരു അറുതിയുമില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സംഭവമായിട്ട് അത് മാറുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിലേക്ക് വീണ്ടും തിരികെ വരികയാണെങ്കിൽ അവിടെ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ പോലും ഈ തേജസ്വി യാദവിന്റെ റാലികളിൽ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തേജസ്വി യാദവ് നടത്തുന്ന റാലികളിലും ഒപ്പം തന്നെ പൊതുസമ്മേളനങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ളൊരു ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കൂടുതലും യുവാക്കളായിട്ടുള്ളവരാണ്. യുവജനതയുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ മോദിയെയും അമിത്ഷായെയും NDA സംഘത്തെയും ഒന്നാകെ തന്നെ വലിയ രീതിയിൽ അങ്കലാപ്പിലാക്കുന്നുണ്ട്. നിതീഷ് കുമാറിനെയും ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം നിതീഷോ തേജസ്വി യാദവോ എന്ന ഒരു ചോദ്യം അവിടെ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം നിതീഷ് കുമാർ തന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലമാണ്. അദ്ദേഹം പ്രായാധിക്യം കാരണം, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഒരു ഭരണം കിട്ടിയാൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായാൽ 5 വർഷം അദ്ദേഹത്തിന് കാര്യമായ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ കഴിയുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. അപ്പോഴാണ് മറുവശത്ത് ഏതാണ്ട് 35 വയസ്സ് മാത്രമുള്ള തേജസ്വി യാദവ് എന്ന് പറയുന്ന ഊർജ്ജസ്വലനായ നേതാവ് നയിക്കുന്ന ഒരു പാർട്ടി തേജസ്വി യാദവിനെ വേണോ നിതീഷ് കുമാറിനെ വേണോ എന്ന ചോദ്യം ഉയരുമ്പോൾ പല ചാനലുകളും ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ഒരു മാറ്റം വരട്ടെ, ഒരു യുവ നേതാവ് വരട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് പല ജനങ്ങളൊക്കെ തന്നെയും അവിടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ നടത്തുന്നത്. കാരണം വളരെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത തരത്തിൽ അവരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വികസനം എങ്ങും എത്താത്ത സാഹചര്യങ്ങളുണ്ട്. തൊഴിലില്ലായ്മ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷും തേജസ്വി യാദവും തമ്മിലുള്ള ഒരു താരതമ്യം വരുമ്പോൾ അവിടെ തേജസ്വി യാദവിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ, ബഹുജന പിന്തുണ അവിടെ ലഭിക്കുന്നുണ്ട്. അതിൽ കൂടുതലും യുവാക്കളാണ്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ജൻസി പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളിലും നടക്കുകയാണ്. ജൻസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ്, ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിൽ യുവാക്കൾ ഒന്നടങ്കം ഈ പറയുന്നത് പോലെ തേജസ്വി യാദവിനൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവരൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെയും NDA-യെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ തേജസ്വി യാദവിനൊപ്പം രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള താരപ്രചാരകർ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള താരപ്രചാരകർ ഒക്കെ തന്നെ അവിടെ സംസ്ഥാനം നിറഞ്ഞ മണ്ഡലങ്ങൾ നിറഞ്ഞിങ്ങനെ പ്രചരണം നടത്തുകയാണ്. അതൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ആവേശമാണ് സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു പ്രഖ്യാപനം കൂടി ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ തന്നെ തേജസ്വി യാദവിനെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വികാസ് ഇൻസീൽ പാർട്ടിയുടെ നേതാവ് കൂടിയായ മുകേഷ് സാഹ്നിയെയും തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കും. ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒപ്പം തന്നെ ഒരു എക്സ്ട്രീം ബാക്ക്വേർഡ് വിഭാഗത്തിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കൂടി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകും എന്ന ഒരു റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിലെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ബഹുജന പിന്തുണ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു പിന്തുണ ഇന്ത്യ സഖ്യത്തില് കിട്ടുന്നുണ്ട്. നിതീഷ് കുമാറിനെതിരായിട്ട് വലിയൊരു വികാരം അവിടെ അലയടിക്കുന്നുണ്ട്. അത് തേജസ്വി യാദവ് എന്ന് പറയുന്ന യുവ നേതാവിന് ഗുണകരമായിട്ട് മാറുന്നുമുണ്ട്. കഴിഞ്ഞ അഭിപ്രായ സർവേകളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ആരെ നിങ്ങൾക്ക് വേണം എന്നുള്ള ചോദ്യം വരുമ്പോൾ അവിടെ ഏതാണ്ട് 35% ആളുകളും പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന തേജസ്വി യാദവിനെയാണ്. നിതീഷ് കുമാർ പലപ്പോഴും 4ാം സ്ഥാനത്തേക്ക് വരെ പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ അനഭിമതനായിട്ട് ആ ജനങ്ങൾക്കിടയിൽ നിതീഷ് കുമാർ കഴിഞ്ഞ 20 വർഷത്തെ ഭരണത്തിനിടയിൽ മാറിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും വെറും 72 മണിക്കൂറിൽ താഴെ മാത്രം പരസ്യ പ്രചരണം അവശേഷിക്കെ
വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ടാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. നവംബർ 6-ന് ഒന്നാം ഘട്ടത്തിലേക്ക് ബീഹാറിലെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ്. ഇന്ത്യ സഖ്യം വളരെ ശക്തമായിട്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഫലം തങ്ങൾക്കുണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും RJD ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ പാർട്ടികൾ.